വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് അടച്ചിട്ട തിരുവനന്തപുരം ലോ അക്കാദമി തുറക്കാനുള്ള തീരുമാനത്തിൽ മാറ്റം. ഇന്ന് കോളേജ് തുറക്കുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചത്. പരിസരത്ത് സംഘർഷ സാധ്യത ഉള്ളതിനാൽ കനത്ത പോലീസ് സുരക്ഷയാണ് ലോ അക്കാദമിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ സമരപന്തൽ ഇന്ന് VS അച്യുതാനന്ദൻ സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, വിദ്യാർത്ഥികളുടെ ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന ഒരു സാഹചര്യത്തിലാണോ ഇപ്പോൾ ലോ അക്കാദമി തുറക്കുന്ന കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത്? സോമി, ഏതായാലും ശക്തമായ ഒരു വിദ്യാർത്ഥി പ്രതിഷേധം തന്നെയാണ് ഇവിടെ ലോ അക്കാദമിക്ക് മുന്നിൽ രണ്ടാഴ്ചയായി തുടരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ സർക്കാർ ഒരു ചർച്ചയ്ക്കും വിളിച്ചിട്ടുള്ളത്. ഇന്ന് വിദ്യാർത്ഥികളുമായി വൈകിട്ട് 4 മണിക്കാണ് വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇന്നായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച പൂട്ടിക്കിടക്കുന്ന കോളേജ് ഇന്നാണ് തുറക്കുമെന്ന് കോളേജ് മാനേജ്മെന്റ് അറിയിച്ചിരുന്നത്. പക്ഷേ വിദ്യാർത്ഥികൾ ആരും തന്നെ ഇന്ന് കോളേജ് തുറന്നാലും ക്ലാസ്സിൽ കയറില്ല എന്നൊരു നിലപാടായിരുന്നു വിദ്യാർത്ഥികൾ സ്വീകരിച്ചിരുന്നത്. കോളേജിന് പുറത്തായി അവരുടെ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആരും ക്ലാസ്സിൽ കയറില്ല എന്നൊരു നിലപാടിൽ ഉറച്ചു നിന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു പശ്ചാത്തലം. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ മാനേജ്മെന്റ് ഏതായാലും അവരുടെ നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. കോളേജ് ഇന്ന് തുറക്കും എന്ന് പറഞ്ഞിരുന്നതിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. തുടർന്ന് കാര്യങ്ങൾ കൂടിയാലോചിച്ച ശേഷം മാത്രമേ ഈ വിഷയത്തിൽ ഒരു വ്യക്തമായ തീരുമാനത്തിലേക്ക് എത്തൂ എന്നാണ് ഇപ്പോൾ മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും 10:30 തന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദൻ ഇവിടെ സമരപന്തലിൽ എത്തുന്നതായിരിക്കും, വിദ്യാർത്ഥികളെ സന്ദർശിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളും ഇന്നിപ്പോൾ കൂടുതൽ നേതാക്കൾ ഈ സമരപന്തലിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ അടിയന്തരമായൊരു ഇടപെടൽ തന്നെയാണ് സർക്കാരും ലക്ഷ്യം വെക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ചയും നടക്കുന്നത്. ഏതായാലും സ്ഥലത്ത് ഇപ്പോഴും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമായി തുടരുക തന്നെയാണ്. അതോടൊപ്പം തന്നെ ശക്തമായ പോലീസിനെയും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കൂടുതൽ നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പോലീസിനെയും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് വൈകിട്ട് 4 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുമായി നടക്കുന്ന ചർച്ചയിൽ കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും 10:30 തന്നെ VS അച്യുതാനന്ദനും ഇവിടെ എത്തുന്നതായിരിക്കും. വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് രണ്ടാഴ്ചയായി അടച്ചിട്ടിരിക്കുന്ന തിരുവനന്തപുരം ലോ അക്കാദമി ഇന്ന് തുറക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ശക്തമായ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്നും ഒപ്പം തന്നെ ഇന്ന് വൈകിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ച ഉള്ള ഒരു സാഹചര്യത്തിൽ കൂടി ഇന്നത്തെ തുറക്കണമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. വൈകിട്ട് വിദ്യാർത്ഥി പ്രതിനിധികളുമായി രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തും. അതിനുശേഷം ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് ഷീജ റിപ്പോർട്ട് ചെയ്യുന്നത്.